എടാ എന്തോ പ്രശ്നം എന്താ? അനിയത്തിയുടെ വിളിച്ചത്. ആഹാ, അവൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന്. കാശിൻ്റെ ആവശ്യം എന്നാ? വല്ല ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വല്ല മേടിക്കാനാണോ? എൻ്റെ പൊന്നളിയ ചളി അടിക്കാതെ. അവൾക്ക് ഫീസ് അടയ്ക്കാൻ നാളെ ലാസ്റ്റ് ഡേറ്റ്. പെട്ടെന്ന് ഒരു 50 രൂപ അയച്ചു കൊടുക്കാൻ. 50,000 രൂപ. 50,000 രൂപയോ? എനിക്കാണെങ്കിൽ ഓർത്തിട്ട് 50,000 രൂപ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടാനാ? വീട്ടിലാണ് എങ്ങനെ ചോദിക്കാനാണ്. അച്ഛനാണെങ്കിൽ എന്തൊക്കെ ഞെക്കിപ്പറിക്കാലും ഒരു 10-25,000 രൂപ ഒപ്പിക്കാൻ പറ്റും പണയം വെക്കാൻ. അതാ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 25,000 രൂപ വേണ്ട. അവളാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അതെ, പിന്നെ ഞാൻ ചേട്ടനെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യം ഉണ്ടോ? പിള്ളേരുണ്ടെങ്കിൽ ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കും. എടാ നീ ഒരു 25 രൂപ ഒപ്പിച്ചു തരാൻ പറ്റും? എടാ 25,000 രൂപ പോയിട്ട് 25 രൂപ എൻ്റെ കയ്യിൽ കഷ്ടിയില്ല. അതെനിക്കറിയാം നിൻ്റെ ഒരു തേങ്ങയില്ലെന്ന്. നീ ആരോടെങ്കിലും ഒന്നും മറിക്കാൻ 2 ദിവസത്തേക്ക് ഞാൻ ചോദിച്ചാൽ 2 ദിവസം പറ, നമുക്കത് 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാം. എടാ നമ്മുടെ വർക്കിടയിൽ കാശുണ്ടാവൂടാ. ഇവിടെ പന്നി വിറ്റ് നല്ല പൂത്ത കാശുണ്ട് പുള്ളിയുടെ കയ്യിൽ. ആ പെർക്കിയോട് ചോദിക്കുന്നതിന് നല്ലതല്ലോ ബാങ്കുകൾ അടയ്ക്കാൻ പോകണം. അല്ല, പുള്ളി അങ്ങനെ ആർക്കും കാശ് കൊടുത്തുള്ളൊരു ചരിത്രം ഇല്ലെങ്കിലും ഇപ്പം നമ്മളോടൊരു ഇതുണ്ട്. നമ്മളോടല്ല, നിന്നോട്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നോടൊരു ഇതുണ്ട്. അത് എന്നെ കാണുമ്പോൾ എന്താ ഇവർക്കൊക്കെ ഒരു കണ്ണടി? എനിക്കറിയാൻ പാടില്ല, എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ്. നീ എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എന്ന് വെച്ച് ഇങ്ങനെ ചതിക്കരുത്, ട്രാപ്പിലാക്കരുത്. നിങ്ങളുടെ കാര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം എന്ന് വിചാരിക്കുന്നത്. നീ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറ. പുള്ളി തരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നീ അങ്ങനെ പറയരുത്, മേടിച്ചെടുക്കണം. അല്ല, നമുക്ക് ഉറപ്പായിട്ട് ചോദിച്ചു നോക്കാം. ഓക്കെ അല്ലേ? തെറ്റല്ലേ? കമണ ഒരുപടി നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. എടാ പുള്ളിയുടെ പാട്ട് കേട്ടിട്ട് പുള്ളിയുടെ കാശൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എടാ അയാൾ പാട്ട് പാടില്ലടാ. ആണോ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. അല്ലടാ, ഞാൻ ചോദിച്ച മോശമാവോ? ചെറ്റ വർത്തമാനം പറയരുത്. നീ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ വന്നത്. അന്നേരം ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞായിരുന്നു. അടി ഒന്ന് ചോദിക്കടാ. നീ ഒന്ന് ചോദിക്കാവടാ. അല്ല, ഞാൻ ചോദിച്ചാൽ തരില്ല, നിനക്ക് അറിയില്ലടാ. ഇല്ലടാ, ഇപ്പൊ ഞാൻ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാന്ന് പറയും. നീ നിന്റെ അനിയത്തിക്കാന്ന് പറഞ്ഞു. എടാ എനിക്ക് അനിയത്തി ഇല്ലടാ. അയാൾക്കത് അറിയത്തില്ലല്ലോ. ആണോ? പ്ലീസ്. നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. കയ്യിലൊരു നയാ പൈസയില്ല. നീ ചേട്ടാ ഇത് സൂപ്പറായിട്ടാ പാടുന്നത്. ചേട്ടാ ആ അഭിനയിക്കാൻ പോയ സമയത്തുണ്ടല്ല വല്ല പാട്ടും പാടാൻ പോയിരുന്നെങ്കിൽ ഇപ്പൊ യേശുദാസിനെ കടത്തി വെട്ടിയേനെ. ക്ലാര എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യം എന്ത് പാടരുതെന്നാ? അല്ല, പാടാൻ പോണമെന്ന്. ആണോ? എനിക്കും തോന്നി. ഇപ്പഴാണെങ്കിൽ വിക്കുള്ള ഗായകന്മാരെ കിട്ടാൻ ഭയങ്കര പാടാ. നീ ഇരിക്കേ. ആണാ? അതേന്ന്. അതെ, എൻ്റെ അപ്പനെ തനി മൂശാട്ടയാ. മുക്കട്ടെ. ഈ മൂക്കട്ടില്ല, മൂശാട്ട. മനസ്സിലായി. അങ്ങനെ പന്നിക്കച്ചവടത്തിന് അതൊന്നും തൊട്ടി കളിക്കുക. പന്നിക്കച്ചവടത്തിന് ശ്രദ്ധിക്കാൻ പോയതുകൊണ്ട് എനിക്ക് കലാപരമായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അല്ല, ഇപ്പൊ പന്നിക്കച്ചവടമൊക്കെ ഇങ്ങനെ ഉണ്ട്. ഭയങ്കര ലാഭത്തിലാ. അല്ല, ഞാൻ ചേട്ടനോട് വേറെ കാര്യം ചോദിക്കാണ്ടേ വന്നത്. അല്ല, അതൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചേട്ടനോട് ചോദിക്കുമ്പോ ചേട്ടൻ വേറെ രീതിയിൽ എടുക്കരുത്. പഠിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. പെങ്ങളെ. ഓ അല്ലപ്പ അവള് മെഡിക്കലിന് പോയേക്കുക. എന്നാ മേടിക്കാൻ? അല്ല, മേടിക്കാനല്ല, മെഡിക്കലിന് ഈ ഡോക്ടറാവാൻ വേണ്ടിട്ട് പഠിക്കാൻ പോയേക്കുക. ഓ ഓ ഓ ഓ ഓ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേക്കുവാണ് നാളത്തേക്ക് രാവിലത്തേക്ക് 25,000 രൂപ 50,000 രൂപ ഫീസ് അടയ്ക്കണമെന്ന്. അപ്പൊ നമ്മുടെ പെട്ടെന്ന് ഒരു 25,000 രൂപയ്ക്ക് എടുക്കാനുള്ളൂ. അത് ശരിയാണ്. ഒരു 25,000 രൂപ ഷോട്ടപ്പ ഒരു ചേട്ടൻ എന്നുള്ളൊരു കടമ ഞാൻ ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അപ്പം ചേട്ടൻ എന്നുള്ളൊരു കടമ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് ഒരു 25,000 രൂപ കടം ചോദിക്കാൻ നടത്തുന്നുണ്ട്. ഏത് ചേട്ടൻ? അല്ല, ചേട്ടനാകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്താ പന്നിക്കച്ചവടമൊക്കെ ഉള്ള ഈ 2 ദിവസത്തെ ഒരു കാര്യമുള്ളൂ. 2 ദിവസം പന്നിക്കച്ചവടം പേരേ ഉള്ളൂ. പേരേ ഉള്ളൂ? പേര് മാത്രമേ ഉള്ളൂ, എൻ്റെ പേര്. അല്ല, നമുക്കൊരു 2 ദിവസത്തേക്ക് കിട്ടിയാൽ മതി. ഫാമിന്റെ പേര് മാത്രമേ എൻ്റെതുള്ളൂ. എൻ്റെ അപ്പ എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് കുറേയായി. ഞാൻ ചെറിയൊരു കണക്കിലൊരു തിരിമറി നടത്തിയതാ. ക്ലാര അത് കണ്ടുപിടിച്ച് അതോടൊരു അപ്പൻ ചവിട്ടി പുറത്താക്കി. ഇപ്പൊ ഞാൻ
കഴുത്തും കിടത്തം മാത്രമേ ഉള്ളൂ, കാശില്ല. അതല്ലേ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന നയാ പൈസ ഇല്ലാന്ന്. അപ്പൊ ചേട്ടൻ്റെ കാശൊന്നും ഇല്ല? ഒന്നുമില്ല. ഞാൻ തന്നെ ഇപ്പം ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകാർ എല്ലാവരും കൂടി ഒരു മലമ്പുഴയ്ക്ക് പോകുന്നുണ്ട്. ഓടോ? അതിന് ഈ 2000 രൂപയും ചോദിച്ച് ക്ലാരാൻ്റെ പിന്നിൽ നടപ്പാ. ചേട്ടൻ്റെ ഇപ്പൊ നിലവിൽ പറഞ്ഞു തരുമ്പോ കാശൊന്നും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാശില്ലാതെ പറ്റത്തില്ല. കാശ് കൊടുക്കണം, കൊച്ചിന്റെ കാര്യം വിഷമത്തിലാവും. അതെ 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 അതെ. എന്നാ ചേട്ടന്റെ പാട്ട് കണ്ടിന്യൂ ചെയ്തു. എന്റെ കയ്യിലുണ്ടെന്ന് തരായിരുന്നു. അല്ല, ചേട്ടൻ മലം പുഴയ്ക്കുവാനുള്ള കാശ് ഞാൻ മലമ്പുഴയ്ക്ക് പോകാനുള്ള നോക്കട്ടെ. അതെ, പാട്ട് പാടിക്കോ, കണ്ടിന്യൂ. ഞാൻ എൻ്റെ വിഷമങ്ങൾ ഈ പാട്ട് പാടിയെങ്കിൽ അയവറക്കട്ടെ. അയവർക്ക്. നയാ പൈസയില്ല കയ്യിലൊരു നയാ കിട്ടിയില്ല, പുള്ളിയുടെ ഒന്നും ഇല്ല. എന്താ പറഞ്ഞേ? ഈടെ പുള്ളിയുടെ നയാ പൈസ ഇല്ല, 5 പൈസ ഇല്ല. അതാണ് ആ പുള്ളി ആ കാളരാഗം പാടിക്കൊണ്ടിരിക്കുന്നത്. എടാ ഇവിടെ പന്നിക്കച്ചവടമൊക്കെ പേരും. ഇവിടെ അത് വേറെ എന്തെങ്കിലും മാർഗം നോക്കാൻ നമുക്ക് സെറ്റ് ചെയ്ത് പാടാ, അല്ലെങ്കിൽ ഇവിടെ അരി മുങ്ങി മണ്ണെണ്ണ മുങ്ങി നിക്കാ പുള്ളി. ഇവിടെ നീ പാടാന്ന്. ആ മോളെ, ഒരു മണിക്കൂർ കൂടെ ഒന്ന്. പൈസ കേറി. പൈസ കയറിയാ? ആ ഇപ്പൊ കേറിയതേ ഉള്ളൂ. എവിടുന്ന്? ആ ഗൂഗിൾ പേയില് അക്കൗണ്ട് പറയാവേ. ആ ക്ലാര വർഗീസ്. ആ ക്ലാരയോ? ആ ചേട്ടന്റെ ഫ്രണ്ട് അല്ലേ ക്ലാര? ആ എന്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. ആ ശരി ചേട്ടാ. ആണല്ലേ? ആ എനിക്ക് തരാനുള്ള പൈസ മോളെ. ആ ആളെ ഒന്ന് വിളിച്ചിട്ട് പറയില്ലേ? ആ ഞാൻ പറഞ്ഞേക്കാം മോളെ. അപ്പൊ ഫീസ് കൊണ്ട് അടച്ചോ കേട്ടോ. ശരി ചേട്ടാ. ശരി ശരി. എന്തെങ്കിലും വിളിക്കേ. ആ ശരി ചേട്ടാ. ചെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ചേട്ടനുണ്ട്. ആ ഓക്കെ. എന്തിനാ പൈസ കിട്ടെ? ആന്റി എന്താ മോളെ? അല്ല അതെന്താ ചെയ്യുന്നത്? ഞാൻ വെറുതെ ഒരു കഷ്ണം ബിസ്ക്കറ്റ്. ഓ ആന്റി, എനിക്ക് ഭയങ്കര ചുമയാട്ടോ. അതെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ മോളെ? സീരിയസ് ആണ്. ഞാനും ആന്റി മാത്രമേ അറിയാൻ പാടുള്ളൂ. നീ കാര്യം പറ. അതെ, എൻ്റെ കയ്യിലൊരു 25,000 രൂപയുണ്ട്. ഞാനത് ആന്റിക്ക് തരും. എന്തിന്? ഞാൻ പറയാം. അത് ആന്റി ഞാൻ പറയണ ഒരാൾക്ക് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഞാൻ പറയാം. അതെ, നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യണ്ടേ? ഇവിടെ ഇപ്പൊ ആർക്കാ ബുദ്ധിമുട്ടുണ്ടായേ? നീ ആർക്കാ സഹായിക്കാൻ പോകുന്നത്? അത് സഹായിക്കാൻ പോണ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിരണിന്റെ അനിയത്തിക്ക്. അവർക്കിപ്പോ എന്താ ആവശ്യം? അല്ല, അവൾക്ക് കോളേജിൽ ഫീസ് അടക്കാൻ പൈസ ഇല്ലാന്ന്. പാവം കൊച്ചാ. എന്നോട് ഭയങ്കര സ്വീറ്റായിട്ടായിരുന്നു പെരുമാറുക. ഞാന്ന് വിചാരിച്ച അവൾക്ക് ജീവനായിരുന്നു. പക്ഷെ ഈ കാലമാടം കാരണം ഒക്കെ പോയി. എനിക്ക് നല്ല മിസ്സിങ് ഉണ്ട് അവളെ. അപ്പൊ സെറ്റല്ലേ? നമ്പര് ഞാൻ തരാം. ഞാൻ അയച്ചു തരാം. അപ്പൊ ആന്റി അതിലായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ കാര്യം കിരണിനോട് പറയരുതല്ലേ? ഒരു കാരണവശാലും പറയരുത്. ആന്റി നേരിട്ട് ഹെൽപ്പ് ചെയ്തതാണേ പറയാവുള്ളൂ. കിരൺ അഥവാ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി അങ്ങനെ നൈസായിട്ട് സ്കിപ്പ് ആയാൽ മതി. ചോദിച്ചാ എന്റെ പൈസയാണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ജീവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അവനെ ഞാൻ സെറ്റ് ആക്കിക്കോളാം. ശരി. എന്നാലും ഇതൊരു അബദ്ധമാണേ. എന്തബദ്ധം? ജീവ, കൊന്നാലും നീ ഇത് ആരോടും പറയാൻ പാടില്ല. കൊന്നാ ഞാൻ എങ്ങനെ പറയുന്നത്? അയ്യടാ, അവന്റെ ഒരു കളിച്ച കോമഡി. പോടാ. അതെ, ഞാനാണ് കിരണിന്റെ പെങ്ങൾക്ക് വേണ്ടിട്ട് പൈസ ഇട്ട് കൊടുക്കാൻ ആന്റിയോട് പറഞ്ഞത്. നീയാണോ പറഞ്ഞത്? ആ, ഞാനാ പറഞ്ഞത്. ആഹാ, നീ പറഞ്ഞു കൊടുക്കൂ അവന്റെ അടുത്ത്. പറയണോ? എടാ പറയരുത്. പറഞ്ഞാലേ അവന് വന്നീഗോ അടിക്കൂട്ടോ. നിനക്ക് അവനെ കുറിച്ച് അറിയണ്ട. ശരിയാ. നിനക്ക് എത്ര വർഷമായിട്ട് അവനെ അറിയാം? എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയത്തുള്ളൂ. ആ, അതിന്റെയാണ്. എന്തായാലും വലിയൊരു ഉപകാരമായിട്ട് ചെയ്തത്. ഉപകാരം കൊണ്ടൊന്നും അല്ല. എനിക്ക് അവന്റെ അനിയത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അറിഞ്ഞ എന്തായിരിക്കും? എടാ അറിയരുത്. അവനെങ്ങാനും അറിഞ്ഞ നിന്റെ ഉടലിന്റെ മേളില് തല കാണത്തില്ല. ആണോ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഞാൻ എന്തിനാ പറയുന്നു? പറയണ്ട, നീ പറയുകയില്ല. അല്ല, കാശ് കൊടുത്തതിന്റെ ഉദ്ദേശം അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞ എനിക്ക് അവന്റെ അനിയത്തിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് മാത്രാണ്. അല്ലെ പിന്നെ പിള്ളേച്ചൻ കള്ളം പറഞ്ഞത് വിചാരിക്ക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പുസ്തകം അവന് കൊടുക്കണം. ഞാൻ തന്നെയാന്ന് പറയരുത്.
എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. പാടുള്ളൂ. അത്രേ പാടുള്ളൂ. പിന്നെ പാടുള്ളൂ. ഇതിനൊരു കേടുപാടും കൂടാതെ എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആന്റി എന്താ മോനെ? അല്ല, എൻ്റെ അനിയത്തി വിളിച്ചായിരുന്നു. അവൾക്ക് പൈസ കിട്ടിയെന്നും ക്ലാരി ആന്റിയാണത് ക്രെഡിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ആ, അതാണോ ഇത്ര വലിയ കാര്യം? അത് പിന്നെ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നടക്കായിരുന്നു. പിന്നെ കിട്ടാണ്ട് വന്നപ്പോൾ പിന്നെ ഒരു താങ്ക്സ് പറയാം. എൻ്റെ മോനെ, ഇതൊക്കെ വലിയ കാര്യമാണോ മോനെ? ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ മോൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോള് തന്നെയല്ലേ. അവൾക്കൊരാവശ്യത്തിന് വേണ്ടിയിട്ട് മോൻ കിടന്ന് ഓടുമ്പോൾ മോനെ ഒന്ന് സഹായിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് അത്ര വലിയൊരു കുഴപ്പമുണ്ടാവുമെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ടെൻഷൻ എൻ്റെ തലയിൽ നിന്ന് പോയത്. ഞാൻ ഭയങ്കരമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഞാനൊരു പൈസ, പക്ഷേ അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ പൈസ ഇല്ലാതെ വരുമ്പോൾ ആരോടെങ്കിലും കടം മേടിക്കേണ്ടി വരും. ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ താമസിച്ചെന്ന് വരും. ചിലപ്പോൾ അത് നേരത്തെ കൊടുക്കാൻ പറ്റിയെന്ന് വരും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര പണിയെടുത്തിട്ടായാലും ഞാൻ ആ പൈസ എനിക്ക് തിരിച്ചു തരും കേട്ടോ. എൻ്റെ മോനെ ആൻറ്റിക്ക് ഒരു ധൃതിയില്ല. മോൻ്റെ കയ്യിലുള്ളപ്പോൾ തന്നാൽ മതി. പിന്നെ എത്രയും പെട്ടെന്ന് മോനൊരു ജോലി കിട്ടി അതിൻ്റെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ ആൻറ്റിക്ക് അത് തിരിച്ചു തരാം. അതിനുവേണ്ടി ആൻറ്റി പ്രാർത്ഥിക്കാം. എന്തേ? ശരി, അപ്പം ഒരു കുഴപ്പമില്ല. മോൻ ധൈര്യമായിട്ട് ചെയ്തു.